നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സംഖ്യാശാസ്ത്രത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യത്തെയാണ് പ്രതിപാദിക്കുന്നത്. 2 എന്ന ജന്മസംഖ്യയുള്ളവരുടെ അതിപ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പ്രതിപാദിക്കുകയാണ്. ഓരോ ജന്മസംഖ്യയുടെയും പ്രത്യേകമുള്ള ഫലങ്ങൾ ഞാൻ വിശദമായിട്ട് മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിവിശേഷമായിട്ടുള്ള ഒരു ഫലത്തെയാണ്. 2 എന്ന ജന്മനക്ഷത്രത്തിലുള്ളവർ പ്രശസ്തി നേടാൻ യോഗമുള്ളവരാണ്. അവർ ജന്മനാ തന്നെ പ്രശസ്തരാകാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ചിലപ്പോഴെങ്കിലും മാറി മറിഞ്ഞേക്കാം. 2 എന്ന ജന്മസംഖ്യ ചന്ദ്രന്റെ സംഖ്യയാണ്. 2-ാം തീയതി ജനിക്കുക, 11-ാം തീയതി ജനിക്കുക, 20-ാം തീയതി ജനിക്കുക, 29-ാം തീയതി ജനിക്കുക എന്നിവർക്കൊക്കെയാണ് 2 ജന്മസംഖ്യയായിട്ട് വരിക. 2 എന്ന ജന്മസംഖ്യ ചന്ദ്രന്റെ സംഖ്യയാണ് എന്ന് പറഞ്ഞു. ഇവർക്ക് സമൂഹത്തിൽ പ്രശസ്തി നേടാൻ സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിന്റെ കൂടുതൽ വിശദ അംശങ്ങളിലേക്കും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിയുന്ന കാര്യത്തെയൊക്കെ നമുക്ക് പറയാം. അതുവഴി അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെയൊക്കെ ഇവർക്ക് പ്രതിരോധിച്ചു പോകാനുള്ള സഹായകരമാണ് ഈ വീഡിയോ. അതുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി. ഇവർ സുഖഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ്. എഴുത്ത്, അഭിനയം, പാചകകല എന്നിവയിൽ ഇവർ നല്ല രീതിയിൽ ശോഭിക്കുന്നതാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്ക് ഏറെ താല്പര്യമുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലും ഇവർ ശ്രദ്ധാലുക്കളാണ്. ഇവർക്ക് ആരോടും ശത്രുത ഉണ്ടാകാൻ സാധ്യതയില്ല. ചെയ്യുന്ന തൊഴിലിലൂടെ ഇവർ എല്ലായ്പ്പോഴും സമൂഹത്തിൽ പ്രശസ്തി നേടാറുണ്ട്. ഇവർ സഹായിക്കുന്നതിൽ തൽപരരായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സഹായിക്കുന്നവരിൽ നിന്ന് തിരികെ സഹായം ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഇവരുടെ വെട്ടിത്തുറന്നുള്ള സംസാര രീതി ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. 2 ജന്മസംഖ്യയുള്ള സ്ത്രീകളാണ് എങ്കിൽ അവർക്ക് ജന്മനാ തന്നെ അംഗഭംഗിയുള്ളവരാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ നല്ല ലജ്ജാലുക്കളുമാണ്. ലൗകിക വിഷയങ്ങളിലൊക്കെ ചില ഘട്ടങ്ങളിൽ ഇവർക്ക് താല്പര്യം കുറഞ്ഞു എന്ന് വരാം. എന്നാൽ അത് എല്ലാ കാലത്തും അങ്ങനെ നിലനിൽക്കില്ല. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ തന്നെ ഇവരിൽ അങ്ങനെയുള്ള എല്ലാ സ്വഭാവങ്ങളും മാറി മറിഞ്ഞു വരുന്നതാണ്. ഇവർക്ക് പൊതുവെ കുടുംബജീവിതത്തിൽ സൗഖ്യമുണ്ടാകുന്നതാണ്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ മാറി മറിഞ്ഞ് ഇവരുടെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്ന് പൂർണ്ണചന്ദ്രനാണ് എങ്കിൽ പിന്നീട് ഓരോ തീയതിയും കുറഞ്ഞ് 15-ാം ദിവസം അമാവാസി എത്തുന്നതാണ്. അതായത് പൂർണ്ണ ഇരുട്ട് ചന്ദ്രനെ ബാധിക്കുന്നതാണ്. അപ്രകാരം ചന്ദ്രന്റെ ജന്മസംഖ്യയിൽ ജനിച്ചവർക്കും അതേപോലെ ജീവിതത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കാം. എന്നിരുന്നാലും ഇവരുടെ കുടുംബജീവിതത്തിൽ പൊതുവെ സൗഖ്യം ഉണ്ടാകാറുണ്ട്. പച്ചയും വെള്ളയുമാണ് സംഖ്യാശാസ്ത്ര പ്രകാരം 2 ജന്മസംഖ്യയുള്ളവരുടെ ഇഷ്ട നിറങ്ങൾ, അതായത് ഭാഗ്യ നിറങ്ങൾ. വൃദ്ധിക്ഷയങ്ങളുള്ള രീതിയാണ് ഇവർക്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നല്ല വൃദ്ധിയുള്ള സമയത്ത്, അതായത് നല്ല സമയത്ത് കരുതൽ എടുക്കേണ്ടതാണ്. അതാണ് ഇവർക്കുള്ള ഉപദേശവും. അതായത് 2 ജന്മസംഖ്യയുള്ളവർക്ക് എപ്പോഴും ഒരു കുറവ് ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകാം. അത് പിന്നീട് പരിഹരിക്കുകയും ചെയ്യും. അതിങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഭാഗ്യമുള്ള സമയത്ത് മുന്നോട്ടുള്ള ജീവിതത്തിന് കരുതൽ എടുത്തു വയ്ക്കുക. അതായത് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി അനുവർത്തിക്കേണ്ട വ്യക്തികളാണ് 2 എന്ന ജന്മസംഖ്യയിൽ ജനിച്ചിട്ടുള്ളവർ. അതായത് 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി എന്നീ തീയതികളിലൊക്കെ ജനിച്ചവർ. ഇവർക്ക് ചന്ദ്രന്റെ അനുഗ്രഹമുണ്ട്. ചന്ദ്രൻ മനസ്സിന്റെ കാരകഗ്രഹമാണ്. പെട്ടെന്ന് ഇവരെ മനസ്സിന്റെ അസ്വസ്ഥതകൾ ബാധിക്കാം. എന്നാൽ മനസ്സിന് സന്തോഷം ഇവർക്ക് ജീവിതത്തിലുടനീളം ലഭിക്കുന്നതുമാണ്. ജാതകത്തിൽ ചന്ദ്രന് ബലക്കുറവുള്ള വ്യക്തികളാണെങ്കിൽ അവർ 2 ജന്മസംഖ്യയിൽ ജനിച്ചാൽ അവർക്ക് ആസ്മ പോലെയുള്ള മറ്റ് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളെ ചന്ദ്രനെ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക പരിഹാരമുണ്ടാകുന്നതാണ്. വൃദ്ധിക്ഷയങ്ങള് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും അനുകൂല ഘടകങ്ങളാണ് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ. ക്ഷയമുണ്ടായാൽ അതിന് വൃദ്ധിയും ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യക്കുറവുള്ളവർക്ക് അത് പരിഹരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. 2 ജന്മസംഖ്യയുള്ളവർ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക, ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. ഈ അറിവ് നിങ്ങൾക്ക് വിലപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.